ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞാറ്റാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ചൂടിൽ ഒരു സേമിയ പായസം കുടിച്ചാലോ? അപ്പോൾ നമുക്ക് സേമിയ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2-3 മിനിറ്റ് കൊണ്ട് ടപ്പ് ചെയ്യുന്നൊരു സേമിയ പായസം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യമായിട്ട് നെയ്യ് ഒഴിച്ചിട്ട്, ഡാൽഡ ഇല്ലേ, ഞാനത് ഒഴിച്ചത് 6 kg ഉള്ളവർക്ക് അത് ഒഴിക്കാം. അപ്പോൾ ഡാൽഡ ഒഴിച്ചിട്ട് ഒരു സേമിയത്തിനെ നമ്മൾ ആദ്യം പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ച സേമിയ ആണെങ്കിൽ പിന്നെ പൊട്ടിക്കണ്ട. നീളമുള്ള വലിയ സേമിയമാണ് കിട്ടണമെങ്കിൽ അത് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ആ ചട്ടിയിൽ നെയ്യ് ചൂടാവുമ്പോൾ സേമിയ കഷ്ണങ്ങളില്ലേ അത് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലോണം വറുത്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ നല്ലോണം വറുത്തെടുക്കുമ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വേഗം കരിഞ്ഞു പോവും. ഫസ്റ്റൊക്കെ നമ്മൾ തീയിന് ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും ഒരു ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതുണ്ട്. കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ. സേമിയ ഇപ്പോൾ വറവായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുന്നവരെ നമ്മൾ വറുത്തുകൊണ്ടേയിരിക്കണം. ഞാൻ ചില സാങ്കേതിക കാരണങ്ങളാൽ ചട്ടി ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ആവശ്യമുള്ള കാര്യമല്ലേ. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയ സേമിയത്തിലേക്ക് പാലൊഴിച്ചിട്ടുണ്ട്. ഈ പാല് കുറച്ച് ആദ്യം ഒഴിച്ചിട്ട് നമ്മൾ ഈ സേമിയ ഒന്ന് ഇളക്കി കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ ഫുൾ പാൽ ഒന്നിച്ച് ഒഴിക്കുമ്പോൾ സേമിയ പെട്ടെന്ന് തണുക്കുമല്ലോ, അപ്പോൾ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണെങ്കിൽ കുഴപ്പമില്ല. ഫ്രീസറിനൊക്കെ എടുത്ത പാലാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഈ സേമിയ ഒന്ന് വേവാനായിട്ട് അടച്ചു വെക്കുക. അപ്പോൾ തിളച്ച് നല്ലോണം വേവട്ടെ കേട്ടോ. അതുവരെ നമുക്ക് വേറൊരു പണിയുണ്ട്. ഈ സമയത്ത് ഇത് വേവാകുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാബൂനരി ചവ്വരി എന്നൊക്കെ പറയുന്ന അതിനെ വേവിക്കാനായിട്ട് ഒരു കുക്കറിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്തായാലും അത് അവിടെ കിടന്ന് വിസിലടിച്ച് വേവുന്നുണ്ട്. ഒരു 2-3 വിസിൽ ആവശ്യമായിട്ട് വരും. കാരണം ആ കുക്കർ കുറച്ച് കംപ്ലൈൻ്റ് ഉള്ളതാണ്. അതുകൊണ്ട് നല്ല കുക്കറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു വിസിലിൽ തന്നെ വേവുമായിരിക്കും, അറിയില്ല കേട്ടോ. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവരും എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ സേമിയ ഇപ്പുറത്തെ അടുപ്പിൽ കടന്ന് വേവുന്നുണ്ട്. വെന്ത് കുറുകി വരുന്നുണ്ട്. അതവിടെ കടന്ന് കുറുകട്ടെ, മറ്റേത് അപ്പുറത്ത് കടന്ന് വേവട്ടെ കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ സേമിയ ഒക്കെ കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടില്ലേ ചവ്വരി വേവിച്ച് വെച്ചത്, അപ്പോൾ ഇത് വേവിച്ച് കൊടുക്കുക. ഇതിൻ്റെ ഒരു വേവ് എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രാൻസ്പെറൻറ്റ് രൂപത്തിലേക്കാകും. അങ്ങനെ ആകുമ്പോഴാണ് ഇതിൻ്റെ വേവ് പാകാവുന്നത്. അപ്പോൾ അത് നമ്മൾ ആ വെള്ളത്തോട് കൂടി ഒഴിക്കരുത്. ആ വെള്ളം ഒരു പശപ്പുള്ളതായിരിക്കും, ഒരു പശപ്പായിരിക്കും. അപ്പോൾ നമ്മളത് ഇതുപോലെ ഒരു അരിപ്പയിലേക്കോ അല്ലെങ്കിൽ വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ ആ ചവ്വരിയെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളമൊന്നുമില്ല. പൈപ്പ് തുറന്നിട്ട് അതിൻ്റെ താഴെ കാണിച്ചു കൊടുത്തിട്ട് ആ പശപ്പ് കഴുകി കളയണം. അപ്പോൾ അതാണ്. അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ ഇതിലിടുമ്പോൾ ഒക്കെ ഒരു ഒട്ടി പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് സേമിയത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പായസം നമ്മൾ ഇളക്കാണ്ടിരിക്കാൻ പാടില്ല. കാരണം ഇത് വേവായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നല്ലോണം കത്തിക്കൊന്നും വേണ്ട, ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തല്ലോ. ഇനി പഞ്ചസാര ചേർത്തിട്ട് ഇനി ഉപ്പ്, ആ മധുരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഏലക്കായ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഏലക്കായ് ഇത് വേവിച്ച് ഇതാക്കുമല്ലോ നമ്മൾ, ഞാൻ ആ ചട്ടി മാറ്റിയില്ലേ, ആ സമയത്താണ് ഇതിൽ ചേർത്ത് കൊടുത്ത്. ഏലക്കായിൻ്റെ കുരു മാത്രമേ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇനി മിൽക്ക് മെയ്ഡ്, ഇതൊന്നും ആവശ്യമുള്ളതല്ല, ഓപ്ഷണലാണ്. വേണ്ടാത്തവർക്ക് ഉപേക്ഷിക്കാം, സ്കിപ്പ് ചെയ്യാം. വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്താൽ ടേസ്റ്റ് കൂടും, അത് വിചാരിച്ചിട്ട് അത്യാവശ്യമൊന്നുമല്ല.
അപ്പോൾ നമ്മൾ ആ മിൽക്ക് മെയ്ഡും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ അടുപ്പത്ത് നിന്ന് ഇത് വാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡ് ചേർത്ത ശേഷം പെട്ടെന്ന് വാങ്ങി വെക്കരുത്. ഒന്നിങ്ങനെ തുള്ളി തുള്ളി വരുമല്ലോ, അന്നേരം വാങ്ങി വെച്ചാൽ മതി. ഇനി നമ്മൾ ഇത് ഒന്ന് വറവിടണം. അപ്പോൾ വേറൊരു പാത്രത്തിൽ വേറൊരു ചീനച്ചട്ടിയിൽ 6 kg ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതുപോലെ ഏലക്കായ, നേരത്തെ കുരുവാണല്ലോ ചേർത്ത്, അപ്പോൾ തൊലിയോട് കൂടെ 2 ഏലക്കായും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് വറവിട്ട് നല്ല ടേസ്റ്റായ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയണ പോലെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.